അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ കുറേ നാളായി നമ്മൾ വീഡിയോ ഒരു മാസത്തോളം കഴിഞ്ഞ് സ്കൂള് തുറന്നതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ തിങ്കളാഴ്ച അറിയാമല്ലോ എല്ലാവർക്കും, ഇന്ന് ഇങ്ങനെ വേൾഡ് കപ്പൊക്കെ ആയിരുന്നു. ലാസ്റ്റ് അർജൻറ്റീന തോറ്റു, സ്പെയിൻ ജയിച്ചു. എന്താണേലും അടുത്ത കളി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് എൻ്റെ റൂമാണ് ഇത്. ഇവിടെ ഒരു കട്ടിൽ, ഞാൻ വീഡിയോ എടുക്കുന്നിടത്തൊരു സ്റ്റഡി ടേബിളാണ്. പിന്നെ ഈ സൈഡിൽ ബാത്റൂം, ഇതും എത്രയാണ് നമ്മുടെ റൂമിൽ ശരിക്കും. ഈ സ്റ്റഡി ടേബിൾ ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ അതൊരു ഡ്രസ്സിൻ്റെ അലമാരി. ഓക്കെ, പിന്നെ നമ്മുടെ അതിൽ ക്രോഷ്യ വർക്ക്സ് അല്ല, നമ്മുടെ പാറ്റ്ലീന വർക്ക്സ് കുറച്ചുണ്ട്, അതാണ് അതിനകത്തിരിക്കുന്നത്. അപ്പം എനിക്ക് കിട്ടിയ 2 ട്രോഫിയൊക്കെ ഉണ്ട്. രണ്ടല്ല 3 കണ്ട് കിട്ടിയത്, അതിലൊരെണ്ണം പൊട്ടിപ്പോയി. പിന്നത്തെ ഫസ്റ്റ് ഇടാം, ക്ലീനാക്കാൻ പോകില്ല, ചൂടെടുക്കും. നമുക്ക് ക്ലീനാക്കൽ തുടങ്ങിയാലോ? ബാ, ക്ലീനിങ് തുടങ്ങിയാലോ? ബാ വാ, ഇന്നലെ എൻ്റെ മാമ കേട്ടോ. നമുക്ക് തൂത്ത് തുടങ്ങാം. ഒരു കസേരയുണ്ട്, അത് ഞാൻ പിടിച്ച് വെളിയിലോട്ട് എന്നിട്ട് നമുക്ക് തൂത്ത് തുടങ്ങാം. എന്നിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിന് വേണ്ടി ഞാൻ സാധാരണ ഇട്ടുന്നൊരു കസേര എടുത്തിട്ടാണ് നമുക്ക് തൂത്ത് തുടങ്ങാം. ഞങ്ങൾക്കതേ നമ്മളൊന്നും തൂക്കത്തില്ല. 2 ദിവസമായി റൂം തൂത്തിട്ട്. അപ്പോൾ അത്യാവശ്യം മുടിയും കഴുക്കൊക്കെ കാണും. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവധി കിട്ടിയ ദിവസം എല്ലാവരും തൂത്തൊക്കെ തുടച്ച് വെച്ചേക്കാം. നമ്മൾ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കയ്യിലെടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. എന്നാണ് ഇതാണ് നമ്മുടെ ഹോള്, അതാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇതാണ് എൻ്റെ റൂം, എൻ്റെ പുറത്തുനിന്ന് കാണുന്നത്. അതിലാണ് ഞാൻ കൂടുതൽ കിടക്കുക. അതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കണം. റൂം മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ വീട് ക്ലീനാക്കാൻ, താഴേക്ക് അമ്മയും അച്ഛനും ക്ലീനാക്കാൻ. ഇവിടെ ഞാൻ വിചാരിച്ചു വളരെ നിലം ഒന്നും പറ്റത്തില്ലെങ്കിലും നമുക്ക് പറ്റുന്ന അത്രയൊന്ന് ക്ലീനാക്കാൻ. അമ്മയ്ക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് പണിയെ അതന്നെ. ഞാൻ തൂത്തത് വെളിയിലോട്ട് വിട്ടു. കുറച്ച് ഉണ്ട് നമ്മുടെ മരങ്ങൾ എന്തായാലും വെറുതെ ഇടാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മരം നമ്മൾ വെച്ചിട്ടുണ്ട് ക്ലീനാക്കാൻ. എൻ്റെ കണ്ണിൽ നോക്കുന്നത് കുറേ ഉറുമ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ തൂത്ത് വെളിയിലോട്ട് ഇറക്കിയിട്ട് ബാക്കിയൊന്ന് നോക്കാം.
ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പരിക്ക് നമ്മൾ കാണാം. അതിന് മുമ്പ് നമുക്ക് തൂത്തുവെളിയിലോട്ടാക്കട്ടെ. പട്ടിനടിയിലൊക്കെ നല്ല പൊടിയുണ്ട്. ഒന്നാമത് ഇവിടെ അപ്പുറത്ത് അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ പണി പോലെ, ബിൽഡിങ്ങിൻ്റെ പണി പോലൊരു പണിയാണ് നടക്കുന്നത്. ചിലപ്പോൾ ബിൽഡിംഗ് ആയിരിക്കില്ല, നമ്മളൊക്കെ പെയിൻ്റാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് താമസിക്കാനോ എളുപ്പമായിരിക്കും. വട്ടിയുടെ അടിയിൽ നിന്നാണ് നോക്കുന്നത്. അതിന് പെയിൻറ്റിങ്ങിനായിട്ട് അങ്ങനെ വട്ടിയുടെ അടിയിൽ